അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, എന്തെല്ലാം സുഖമായിരിക്കുന്ന എല്ലാവരും. ഇന്നലെ ഒന്നും വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ, പല തിരക്കിലും ആയിപ്പോയി. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് എൻ്റെ കുറച്ച് വിഷമങ്ങൾ ഷെയറും ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. കമൻറ്റ് ബോക്സിൽ ഇടക്കിടക്ക് വന്ന് എന്നെ കളിയാക്കിയിട്ടും എന്നെ പരിഹസിച്ചിട്ടും വന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഞാനൊന്ന് വിഷമിച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള എല്ലാ ആൾക്കാരും വന്നിട്ട് പറയുന്ന ഓരോ കമൻറ്റ് കണ്ടിട്ട് എന്താ ചെയ്യുക, വിഷമമല്ലാതെ പിന്നെ എന്താ വരിക. കമൻറ്റ് ഞാനിവിടെ പിൻ ചെയ്ത് വെക്കുന്നില്ല, മതി പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അവരുടെ നെയിമൊന്നും വെറുതെ എല്ലാവരും പബ്ലിക്കിൽ കാണണ്ട, അവർക്കൊരു സുഖം കിട്ടിക്കോട്ടെ. നമ്മളെ ഓരോന്ന് പറയുമ്പോൾ അവർക്കൊരു സുഖം കിട്ടുന്നതായിരിക്കും. എന്താണ് എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഹിജാബ് ഇട്ടിട്ട് വരുന്നുണ്ടല്ലോ, അല്ലാതെ ഞാൻ സ്കാർഫ് കുത്തിയിട്ടാണ്, അല്ലാതെ എവിടെയും കാണിച്ചിട്ട് കൊണ്ടൊന്നും അല്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിലുള്ളതാണ്. അപ്പോൾ ഈ ഹിജാബ് ഇട്ടുകൊണ്ട് വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചിട്ട് നമ്മളെ ഭർത്താക്കന്മാരെ അനുസരിക്കണം എന്നുള്ളതാണ്. എന്നോട് ചാനൽ തന്നെ നിർത്താൻ പറഞ്ഞ സ്ഥിതിക്ക് എൻ്റെ ഒരു ഇഷ്ടത്തിന് മാത്രമാണ് ഞാൻ ഇങ്ങനെയെങ്കിലും വരുന്നത്. ഇതിനെങ്കിലും സമ്മതിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ അതും പറഞ്ഞിട്ടും കളിയാക്കിയിട്ടും പലമാതിരി കളിയാക്കലുകൾ പറഞ്ഞു വരുന്നുണ്ട്. നമ്മളെ എങ്ങനെയെങ്കിലും തളർത്തണം എന്നൊരൊറ്റ ഉദ്ദേശത്തിൽ തന്നെയാണ് ഈ വരുന്നത് എന്ന് നമുക്കറിയാം. അറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നും അല്ല. പിന്നെ നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ കൂട്ടരെ, എനിക്ക് എൻ്റെ ചാനലും കൊണ്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഇഷ്ടം. കാരണം വീട്ടിലിരുന്നു കൊണ്ട് എന്തെങ്കിലും ഒരു വരുമാനം എന്ന രീതിയിലാണ് ഞാൻ. അത് കേട്ടാൽ നിങ്ങൾക്ക് തോന്നും മാപ്പിള നോക്കുന്നില്ലേന്ന്. മാപ്പിളക്കാക്ക നല്ലോണം നോക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാലും ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ, എനിക്കൊരു പൂതിയുണ്ട് സ്വന്തമായിട്ടൊരു വരുമാനം എന്നുള്ളത്. ആരോഗ്യമുള്ള കാലം നമ്മൾ എന്തെങ്കിലും 10 രൂപ ഉണ്ടാക്കിയിട്ട് എടുത്തു വെച്ചാൽ നമുക്കൊരു കാര്യം തന്നെയാണല്ലേ. കയ്യിനും കാലിനും ആവതുള്ള കാലം തന്നെ നമ്മളെ അവഗണിക്കുന്നവരാണ്. അപ്പോൾ പിന്നെ അതും കൂടി ഇല്ലാതെ ഒരു മൂലക്ക് കടക്കേണ്ടി വന്നു കഴിഞ്ഞാലുള്ള ഒരവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ. റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ എല്ലാവരെ തൊട്ടും. ഞാൻ ചില സമയങ്ങളിലും എങ്കിലും ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ, സങ്കടം തോന്നിപ്പോവും. ഒരു മനുഷ്യനായിക്കഴിഞ്ഞാൽ എപ്പോഴും സന്തോഷം മാത്രമല്ല, സങ്കടം ഉണ്ടാവില്ലേ. അത്തരത്തിൽ എനിക്ക് തോന്നിപ്പോകുന്ന ചില കാര്യങ്ങൾ, ഉമ്മ ഉള്ള കാലം എല്ലാം ഉണ്ടായിരുന്നു എന്ന് തോന്നും. ഉമ്മ മരിച്ചേ പിന്നെ എനിക്കാരുമില്ല. മക്കളുണ്ട്, മാപ്പിളുണ്ട്, കുടുംബങ്ങളുണ്ട്, എന്നാലും എനിക്ക് തോന്നും എനിക്കാരുമില്ല. ഉമ്മ പോയതിന് ശേഷമുള്ള ആ ഒരു ഫീലിങ്സാണത്. എനിക്കാരുമില്ല, എനിക്ക് ഞാനേ ഉള്ളൂ. എൻ്റെ സഹോദരങ്ങൾ പറയും, ആരോഗ്യം ഉള്ളും കാലം എല്ലാവരും ഉണ്ടാവും, അത് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, ആരോഗ്യം ഉള്ളപ്പോൾ തന്നെ ആർക്കും വേണ്ട അല്ലേ. ആരോഗ്യം ഉള്ളപ്പോൾ തന്നെ ആർക്കും വേണ്ട, പിന്നെ അല്ലേ ഇപ്പോൾ അത് നശിച്ച് നമ്മളൊരു മൂലയിൽ കടന്നു കഴിഞ്ഞാൽ പിന്നത്തെ കാര്യം പറയണ്ട, ആർക്കും വേണ്ടാണ്ടാവും. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവുന്ന സമയമാണ്, നമ്മളോട് അവർക്ക് കുറച്ചെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടാകുന്നൊരു സമയം അല്ലേ. നമ്മളെ കൊണ്ട് ഉപകാരം കിട്ടണം, അല്ലാതെ പിന്നെ നമ്മളെന്തിനാണ് എന്നുള്ളൊരു വിചാരമാണ്. അവർക്ക് ബാധ്യത ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വേണ്ട. ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ, കൈക്കും കയ്യനും ആവതുള്ള കാലത്ത് തന്നെ ആർക്കും നമ്മളെ വേണ്ട. പിന്നെ ഇല്ലാത്ത കാലം വന്നു കഴിഞ്ഞാലുള്ള ഒരവസ്ഥ ആലോചിച്ചിട്ട് ഞാൻ വെറുതെ എന്നെങ്കിലും ഞാൻ ഓരോന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കും കേട്ടോ. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, ഈ പറയുന്ന ഞാനും നല്ല ഭയങ്കര സങ്കടമായിട്ടിരിക്കും. ഉമ്മ മരിച്ചേ പിന്നെ എനിക്ക് തോന്നും എനിക്ക് ആരുമില്ല. ഭർത്താവും മക്കളൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട്, കുടുംബങ്ങളും ഉണ്ടെങ്കിലും കൂടിയിട്ട് ഞാൻ വിചാരിക്കും ആരും ഇല്ലാത്തവളാണ് ഞാൻ, എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം എന്നൊക്കെ. നമ്മളെ കളിയാക്കുന്നവർക്ക് അറിയില്ലല്ലോ നമ്മളെങ്ങനെയാണ് കഴിയുന്നത്, നമ്മളെ മനസ്സിൻ്റെ വേദന എന്താണ് എന്നുള്ളത്. അവർക്ക് ഒന്നും കൂടി നമ്മൾ നശിച്ച് കാണണം, നമ്മൾ കുറച്ച് വേദനിക്കണം, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയുള്ള ആൾക്കാരാണ് ഓരോ കമൻസുമായിട്ട് വരുന്നത്. നമ്മളെ ജീവിത സാഹചര്യം എന്താണെന്നുള്ളത് അവർക്കറിയില്ല. അതൊന്നും സാരമില്ല, ഞാൻ എന്തായാലും തോറ്റ് പിന്മാറാൻ പോകുന്നില്ല. ആദ്യമൊക്കെ ഒറ്റക്ക് കുത്തിരുന്നിട്ട് കരച്ചിലാവും കേട്ടോ. ഇപ്പോൾ കരഞ്ഞിട്ട് പണ്ടാരോ പറയുന്ന പോലെ കുറച്ചൊരു തൻ്റെ ഇടവും കുറച്ചൊരു ധൈര്യവും കിട്ടിയിട്ടുണ്ട്. ഞാൻ ജീവിച്ചിരിക്കും കാലം എനിക്ക് ഞാനേ ഉള്ളൂ, എന്നെ അറിയുന്നത് ഞാനേ ഉള്ളൂ എന്നുള്ളൊരു ബോധമാണ് എൻ്റെ ഉള്ളിൽ കേട്ടോ. നമ്മൾ ഇന്ന് ജീവിച്ചാൽ അത്രയും നല്ലത് നമ്മൾക്ക്, വേറെ ആർക്കുമല്ല, നമ്മൾക്ക് വേറെ ആർക്കുമല്ല. നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കുക എല്ലാവർക്കും. അതില്ലെങ്കിൽ എല്ലാവർക്കും എന്താണ്, നമ്മൾ വെറും ഒരു ഭാരം മാത്രമാണ്, ബാധ്യതയാണ്.
എൻ്റെ മരണം വരെയും ഒരാൾക്കൊരു ബാധ്യത ഇല്ലാതെ ഒരാളെയും വേദനിപ്പിക്കാതെ നല്ല രീതിയിൽ എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ എല്ലാവർക്കും സഹായം ചെയ്ത് ജീവിച്ച് മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എന്തുകൊണ്ടാണ് നിക്കാബ് ഇട്ട് വന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട്. പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് കാരണങ്ങൾ എനിക്കുണ്ട്. അതിൻ്റെ കാരണത്താലാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ളത്. അല്ലാണ്ട് ഞാൻ സ്കാർഫ് ഇട്ടുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ ഒരു ചാനൽ കൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എന്താന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, സെൽഫ് റെസ്പെക്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനം വേണം. ഒരാളെ മുമ്പിൽ കൈ നീട്ടാൻ പറ്റൂല. പിന്നെ പുറത്ത് പോയിട്ടൊരു ജോലി എടുക്കാനുള്ളൊരു സിറ്റുവേഷൻ അല്ല. അങ്ങനത്തെയൊക്കെ പല പല കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനലും കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കാണുന്നവർക്ക് വിചാരിക്കും വായിൽ വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ചവളാണ് എന്നുള്ളത്. നമ്മുടെ കാര്യം നമുക്കല്ലേ അറിയൂ. പള്ളിയിലത്തെ കാര്യം പടച്ചോൻക്ക് അറിയാമെന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ കാര്യം എനിക്കും റബ്ബിനും മാത്രമേ അറിയുള്ളൂ. ഞാനിന്ന് ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ന് രാവിലെ തന്നെ പോയി വന്നിട്ട്, ഇത് ഉച്ചക്കാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, തുടക്കുന്നതൊക്കെ ഉച്ചക്കാണ്. ഇപ്പോൾ വന്നിട്ട് ഉള്ളൂ. ഞാൻ കണ്ണിന് ഫോണിലേക്ക് നോക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ടും എല്ലാം ചെയ്തിട്ട് ഇപ്പോൾ 1-2 വർഷമായില്ലേ യൂട്യൂബിൽ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ണിന് വന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ വെലിങ്ങനെയൊന്നുമില്ല, ഈ ചെറിയ അക്കങ്ങൾ കാണുന്നില്ല എന്നുള്ളൂ. അപ്പോൾ അതിന് സത്യം പറഞ്ഞാൽ കണ്ണട തന്നിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല എന്ന്. പക്ഷേ ആ കണ്ണട വെച്ചാലാണ് എനിക്ക് ശരിക്കും കാണാത്തത്. അത് എടുത്തു കഴിഞ്ഞാലാണ് കാണുന്നത് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പല പല കാര്യങ്ങളും ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം പോകണം. ഒരു ഒഴിവ് എന്ന് പറയുന്നതില്ല. നമ്മൾ ഒറ്റക്കായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കി നടത്തണ്ടേ. അങ്ങനെ തുടക്കലും അടിക്കലും കോരലും എല്ലാം കഴിഞ്ഞ് എൻ്റെ പൊന്നു കൂട്ടുകാരെ ഞാൻ കുറച്ച് കാപ്പി അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു നേരത്തെ തന്നെ കേട്ടോ. കുട്ടികൾ വന്നിട്ട് ഇന്നലെ ഉണ്ടാക്കിയ ബീഫെല്ലാം എടുത്ത് തിന്നുന്നതാണ്. വൈകുന്നേരം ഒരു ബ്രൂ കോഫി കുടിച്ചാൽ നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു തലൻ്റെ ആ ഒരു കെട്ടെല്ലാം അങ്ങ് പൊയ്ക്കോളും ചൂടോടെ ഒരു കാപ്പി അങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ. നല്ല ബിസ്ക്കറ്റും കാപ്പിയാണ് കേട്ടോ. ബിസ്ക്കറ്റ് ഞാൻ അങ്ങനെ കഴിക്കാറൊന്നുമില്ല. ഒരു ബിസ്ക്കറ്റ് ഏറ്റവും കൂട്ടിയിട്ട് പേരിനൊന്നും കൂട്ടിയിട്ട് കഴിക്കുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം പുറത്ത് പോവാൻ. മക്കളെല്ലാം സ്കൂളും വിട്ടിട്ട് വന്ന് ബീഫും കഴിച്ചിട്ട് അവിടെ കുത്തിരിക്കുന്ന അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് വരട്ടിയതൊക്കെ കേട്ടോ. പെരുന്നാളിൻ്റെ ഉള്ളിയത്തിൻ്റെ ഇറച്ചിയല്ലേ, അത് ഭയങ്കര ടേസ്റ്റല്ലേ. അപ്പം ഞാൻ പോട്ടെ കൂട്ടുകാരെ. ഇൻഷാ അല്ലാഹ് പിന്നെ നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ. നിങ്ങൾ എന്നെ വിഷമിപ്പിച്ചാലും വേദനിപ്പിച്ചാലും കുറച്ച് നേരത്തേക്കേ ഉണ്ടാവുള്ളൂ എങ്കിലും കൂടിയിട്ട് ഞാൻ വീണ്ടും വീഡിയോസുമായിട്ട് വരും. എൻ്റെ സിറ്റുവേഷനും കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ.